അപ്പം നമ്മളങ്ങനെ നേരെ ആംസ്റ്റർഡാമിലുള്ള ഹോട്ടലിന് വെളിയിലോട്ട് ചാടിയിട്ടുണ്ട്. ആംസ്റ്റർഡാമിൽ നിന്നൊരു ഏകദേശം കുറച്ച് ദൂരെയാണ് ഈ ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ട്രാം എടുക്കാനുള്ള ടിക്കറ്റൊക്കെ കിട്ടി. 24 hours ടിക്കറ്റാണ് നമ്മളെടുത്ത്. ഇനി നേരെ പോയി ട്രാമിൽ കയറി ഡാം സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകാനൊക്കെയുള്ള പരിപാടിയാണ് നോക്കുന്നത്. നോക്കട്ടെ, അവിടെ ചെന്നിട്ടേക്കാം. സുന്ദർ ഭായ്, എങ്ങനെയുണ്ട്? ഫ്രീസിങ് എങ്ങനെയുണ്ട്? അതെ, അല്പം ബിയറൊക്കെ കുടിച്ചു. കട്ട ഫ്രീസ്. 3 വഴി കൂടെ ഒക്കെ ഐസ്. നമുക്ക് ഡാം സ്ക്വയറിലേക്ക് പോകാനുള്ള ട്രാം കിട്ടി. അപ്പം അതിൽ ലൊക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ ഇപ്പം തന്നെ അങ്ങോട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ഡാം സ്ക്വയർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആംസ്റ്റർഡാമിലെ ചരിത്രം ഉറങ്ങുന്ന ഡാം സ്ക്വയർ എന്ന് പറയുന്ന പ്രദേശം ഇതാണ്. കുറേ പ്രശസ്തിയാർജിച്ച കുറേ പഴയ കാലത്തുള്ള നിർമ്മിതികളുള്ള ബിൽഡിങ്ങുകൾ ചുറ്റും, അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയറായ അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള ആ ഒരു ഏരിയ, ഇതാണ് ഡാം സ്ക്വയർ എന്ന് പറയുന്നത്. സാധാരണഗതിയിലുള്ളതിലും ഇന്ന് ടൂറിസ്റ്റുകൾ കുറവാണ് എന്നാണ് പറയുന്നത്. കാരണം ഇന്ന് ഫ്രീസിങ് പോയിൻറ്റ് -8 ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആണോ എന്നറിയില്ല. എനിവേ, എന്തായാലും ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, പ്രാവുകൾ നമ്മുടെ ദേഹത്ത് കയറിയിരുന്ന്, നമ്മൾ അവിടുത്തെ കുറച്ച് തീറ്റ തരാൻ ആൾക്കാരുണ്ട്. അവർ നമുക്ക് ആ പൈസ കൊടുത്ത് അവരുടെ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ച് നമ്മുടെ ദേഹത്ത് കയറിയിരുന്ന് പ്രാവുകൾ ഭക്ഷണം കഴിക്കും. പിന്നീട് നമുക്ക് അവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പാക്കേജുകൾ ചൂസ് ചെയ്യാം. അപ്പം അവരെല്ലാം കൊണ്ടുനടന്ന് ബോട്ടിലും അല്ലാതെ ട്രാമിലും ബസ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ട് കാണിക്കുന്ന പരിപാടികളൊക്കെയാണ്. നമ്മളപ്പം ആദ്യമേ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 1 hour വെള്ളത്തിൽ കൂടി ബോട്ടിൽ ചുറ്റും ഈ ഡാം സ്ക്വയറിന് ചുറ്റും നടന്ന് അതിനെക്കുറിച്ചുള്ള എല്ലാ പൗരാണിക കഥകളും അവർ പറഞ്ഞു തരുന്നതായി. അങ്ങനെ നമുക്ക് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് കിട്ടി. നമ്മൾ നേരെ ബോട്ടിൽ കയറുന്ന വഴി തന്നെ അവർ നമുക്ക് 2 ഇയർഫോൺസ് തരും. അത് മറ്റൊന്നിനുമല്ല, നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പൗരാണികത ഉറങ്ങുന്ന ആ ബിൽഡിങ്ങുകൾക്കെല്ലാം ഓരോ കഥകളുണ്ട്. അപ്പോൾ ഏത് ഇയറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം അവർ വൃത്തിയായി കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അത് മിസ്സാകാതെ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളതായിരുന്നു ആ ഇയർഫോൺ. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി നമ്മൾ അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങാൻ പോവാണ്. അങ്ങനെ സുധീർഭായി ഞാനും സംവിധാനം സെറ്റിൽ ചെയ്ത് എല്ലാം ഓക്കെ ആയി നേരെ നമ്മൾ ബോട്ടിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ബോട്ടെടുത്തു. അങ്ങനെ തുടങ്ങാൻ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് കൃത്യമായ അവർ നമുക്ക് പറഞ്ഞതാണ് നമ്മുടെ ടിക്കറ്റ്. അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്ത ആ ബോട്ട് യാത്ര ആംസ്റ്റർഡാമിൻ്റെ കംപ്ലീറ്റ് ചരിത്രങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.